ഇങ്ങോട്ട് ആ വഴി കണ്ടുപിടിക്കാൻ കുറെ ബുദ്ധിമുട്ടിയായിരുന്നു. അധിക ബുദ്ധിമുട്ടിയൊന്നും ഇല്ല. നമ്മുടെ സ്ഥലം എവിടെയായിരുന്നു? ആ കാണുന്ന നമ്മുടെ പറമ്പ്. ഇതാ നമ്മുടെ അതിര് വരുന്നത്. ഓക്കെ. ആദ്യം പാടത്തിന് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ, പിന്നെ എന്നെ പറ്റി പെട്ടെന്ന്? ഞാൻ ഓർത്ത് വല്ല ബിൽഡിംഗ് പണിയാണെന്ന്. പിന്നെ കൃഷിക്കാരന് കേട്ട് കഴിഞ്ഞപ്പോ സന്തോഷമായി. അച്ഛനൊരു കൃഷിക്കാരനാണേ. ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേരെല്ലാം കൃഷിക്കെതിരാന്ന്. ഞാൻ പക്ഷേ ഈ കൃഷിയും കൊണ്ട് കാറും വീടും എല്ലാം ഉണ്ടാക്കി. എന്നാ നമുക്ക് എഗ്രിമെന്റ് സൈൻ ചെയ്തല്ലോ. എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല കേട്ടോ. എങ്ങാനും നിങ്ങൾ വാടക മുടക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കൃഷി മുഴുവൻ എന്റെ പേരിലാന്നുള്ള രേഖ ചെയ്ത്. എനിക്കൊപ്പം പ്രശ്നമൊന്നുമില്ല, കൃഷി നന്നായാൽ മതി. ആരായിരുന്നു? ഞാൻ എക്സൈസിന്നായിരുന്നേ. എന്താ സാറേ വിസയുടെ വെരിഫിക്കേഷൻ വല്ലോണോ? ഞാൻ കാനഡക്കുള്ള വിസയ്ക്ക് കൊടുത്തായിരുന്നു. അതിന് പോലീസ് അല്ലേ പറഞ്ഞു? ഞാൻ അതിനൊന്നും വന്നതല്ല. യു ആർ അണ്ടർ അറസ്റ്റ്. സാറേ ഞാൻ അതിന് എന്നാ ചെയ്തിട്ടാ? പിന്നെ പറമ്പിൽ കഞ്ചാവ് കൃഷി നടത്തി കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? സാറേ ഞാൻ എന്റെ പറമ്പ് പാട്ടത്തിന് കൊടുത്തിരിക്കുവാ. എടാ ഞാൻ ഇവിടുത്തെ വാടക കൊടുത്തിട്ട് വരാം. എടാ പൊക്കിന്ന് തോന്നുന്നു, എക്സൈസിൽ തോന്നുന്നു. ഞാൻ പിന്നെ വിളിക്കാം. സാറേ ഇവനാ? നീ അവിടെ കഞ്ചാവ് കൃഷി അല്ലടാ നടത്തിയത്? ഇവനെ അറസ്റ്റ് ചെയ്തു. അല്ല സാറേ, എന്റെ പേരിലല്ല. ഞാൻ ഈ മാസത്തെ വാടക തന്നിട്ടില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിന്റെ പേരിലോട്ട് വരും. അപ്പൊ നിന്റെ കൃഷി ചെയ്ത് ഞാൻ പൊക്കോട്ടെ. എടാ ചതിച്ചല്ലോടാ. സാറേ പിന്നെ ആ വിളഞ്ഞു നിൽക്കുന്ന വെട്ടി വിട്ടിട്ട് വന്നോട്ടെ. കേസ് നടത്താൻ പൈസ ആവുമല്ലോ.